ഗൾഫ് നാടുകളിൽ ഇന്നലെ ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണമുണ്ടായിരുന്ന വെളുപ്പിലും ചില ആക്രമണ സൂചനകളുണ്ടായി. ഇതെല്ലാം തകർത്തു എന്നാണ് പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. UAE-യിൽ നിന്ന് മുഹമ്മദ് റഗീസ് തത്സമയം ചേരുകയാണ്. റഗീസ്, ഗുഡ് മോർണിംഗ്. റഗീസ്, എന്താണ് ഇന്ന് വെളുപ്പിനും ഇന്നലെ രാത്രിയിലും ഉണ്ടായ കാര്യങ്ങൾ? മോർണിംഗ് SKN. ഏറ്റവും പ്രധാനമായിട്ടും ഈ കുവൈറ്റും ബഹ്റൈനും ഒക്കെ കേന്ദ്രീകരിച്ചാണ് കാര്യമായിട്ടുള്ള ആക്രമണം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബഹ്റൈനിൽ 2 തവണയാണ് ഈ അലാം ഉണ്ടായിരിക്കുന്നത്. അപായ സൂചന 2 തവണ മുഴക്കിയിരിക്കുന്നു. അതിനുശേഷം ഈ കുവൈറ്റ് കേന്ദ്രീകരിച്ചും കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ കുവൈറ്റിന്റെ നാഷണൽ ഗാർഡ് അറിയിക്കുന്നത് രാവിലെ തന്നെ ഏതാണ്ട് 5 ഡ്രോണുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അല്പം മുൻപ് നൽകുന്നു. അതിന് മുൻപാണ് ഈ ഇത്തരത്തിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടായതായിട്ടും കുവൈറ്റ് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്. എയർപോർട്ടിലെ എണ്ണ ടാങ്കർ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായി. ആക്രമണത്തെ ചെറുക്കാൻ കഴിഞ്ഞുവെങ്കിലും ഈ എയർപോർട്ടിനുള്ളിലെ എണ്ണ ടാങ്കറിന് സമീപം തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ആ തീ ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ എയർപോർട്ട് കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ശക്തമാകുമ്പോൾ കുവൈറ്റൊക്കെയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇത്തരത്തിൽ ഈ വ്യോമഗതാഗതമൊക്കെ ഒന്ന് പഴയ തോതിൽ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 60% ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വിവിധ എയർലൈനുകൾ സമ്മതിച്ചതും അതിൻ്റെതായിട്ടുള്ള ചില സർവീസുകൾ തുടങ്ങിയതും. അപ്പോൾ അതിന് പിന്നാലെ ഈ ഒരു സംഘർഷ സമയത്ത് ഏതാണ്ട് ഒരു 5 തവണയായി ഇപ്പോൾ കുവൈറ്റിലെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കുന്നു. പ്രത്യേകിച്ചും ഈ കുവൈറ്റിലെ സാമ്പത്തിക സ്ഥിതി അത് ഏതാണ്ട് 3 മാസം എടുത്താലും പഴയതുപോലെ ആകില്ല എന്നുള്ള ചില ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടുകൾ, കാര്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് കുവൈറ്റ് കേന്ദ്രീകരിച്ചുള്ള കാര്യമായ ആക്രമണം ഇപ്പോഴും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് UAE കേന്ദ്രീകരിച്ച് വലിയ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെയും ഒന്നും അങ്ങനെ ആക്രമണം ഉണ്ടായിട്ടില്ല. ഇന്നലെ ആകെ 5 മിസൈലുകളാണ് തകർത്തത് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ കുവൈറ്റ് UAE-യുടെ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് UAE-ക്ക് ഇന്നലെ ഒരു സുരക്ഷാ ഭടനെ നഷ്ടപ്പെടുകയുണ്ടായി. സായുധ സുരക്ഷാ സേനാംഗത്തിനെ നഷ്ടപ്പെടുകയുണ്ടായി. അത് ബഹ്റൈനുമായി ചേർന്ന് നടത്തിയ ഒരു ജോയിന്റ് അറ്റാക്കിൽ ഒരു മൊറോക്കൻ ഒരു ഉദ്യോഗസ്ഥനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള വിവരം കൂടി അറിയിക്കുന്നുണ്ട്. അതൊരു ഹെലികോപ്റ്റർ അപകടമാണ് എന്നുള്ള നിലയ്ക്കാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ 5 പേർക്ക് കൂടി അതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ജോയിന്റ് ഓപ്പറേഷനുകളൊക്കെ കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. മിലിറ്ററി വിന്യാസം പല രീതിയിലും നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ പ്രതിനിധികൾ, ഈ ലോകരാജ്യത്തിന്റെ പ്രതിനിധികളും ഒക്കെയായി ഈ UAE അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ തലവന്മാർ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെ ഒക്കെ നേതാക്കന്മാരുമായിട്ട് UAE-യുടെ പ്രതിനിധികൾ, ഒപ്പം തന്നെ സൗദിയുടെ പ്രതിനിധികൾ, അങ്ങനെ പ്രധാനപ്പെട്ട ഈ ഗൾഫ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളൊക്കെയും സംസാരിച്ചു വരുന്നുണ്ട്. എന്തായാലും ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലയിൽ തന്നെയാണ് ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സ്കൂളുകളൊക്കെ അടച്ചിട്ടതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിലൊരു തീരുമാനം വരണം. റെഗുലർ ക്ലാസ്സുകൾ ഇനിയും അധികം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ, ഇത് ഓൺലൈൻ ആക്കി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വിവിധ മാനേജ്മെന്റുകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൂടിയൊക്കെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് ഒരു എക്സ്ട്രാ പ്രഷർ നൽകുന്നതിൽ സ്വാഭാവികമായും ഗൾഫ് രാജ്യങ്ങൾ ഈ സമയം ശ്രമിക്കും എന്നുള്ളത് വളരെ വ്യക്തവുമാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.